ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കപ്പ കൊണ്ട് നിങ്ങൾ ഇതുവരെ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു വിഭവമാണ് കേട്ടോ. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഏത് സമയത്തും നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് കപ്പ എടുത്തിട്ടുണ്ട്. മരച്ചീനി കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു കിഴങ്ങാണ് കേട്ടോ. കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളകും ചേർത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ലാസ്റ്റ് ചേർത്താലും മതി, അല്ലെങ്കിൽ കുരുമുളക് അങ്ങനെ ഇട്ടാലും മതി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 കപ്പോളം വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കണം കേട്ടോ. നമുക്ക് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് നല്ല പോലെ കട്ടയൊന്നുമില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ചെറിയൊരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ സവാളയും ക്യാരറ്റൊക്കെ. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും മല്ലിയിലയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും, ഇത്രയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ദോശ പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ തവ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം 1 മിനിറ്റോളം മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ എണ്ണ ചേർക്കുകയാണെങ്കിൽ നമുക്കിത് നല്ലൊരു ഷേപ്പിൽ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് തുറന്നിട്ട് പിന്നെ പകുതി വെന്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വേറെ പൗഡേഴ്സ് ഒന്നും ചേർക്കുന്നില്ല. ആ ഒരു കപ്പ അരച്ചത് മാത്രമാണ് നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ കപ്പ കൊണ്ടുള്ള ദോശയെന്നോ അപ്പമെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ ഹാർഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഓവർ സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്